ഹരി ഓം നമഃ ശിവായ. എല്ലാ സനാതന സാരഥികൾക്കും ശ്രീ ശങ്കര ഡിവോഷണൽ സെഗ്മെൻറ്റിലേക്ക് എളിയവൻ്റെ വലിയ സ്വാഗതം. നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളുമായി സംവാദം ചെയ്യുന്നത്, നമ്മൾക്കറിയാം ഗണപതി ഭഗവാന്റെ മന്ത്രമാണ് ഞാൻ 1-2 എപ്പിസോഡായിട്ട് ചെയ്യണത്. ഒരു ഭക്തൻ ചോദിക്കേണ്ട എന്താണ് ഇപ്പോൾ ഗണപതിയെക്കുറിച്ച് കൂടുതലിടുന്നത് എന്ന് വെച്ചാൽ, ഇപ്പോഴത്തെ ഓരോരുത്തരുടെ ആവശ്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ആ ആവശ്യങ്ങൾ ഗണപതി ഭഗവാന്റെ മന്ത്രത്തിലാണ് കാണുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ ഇടുന്നത്. ഇന്നും അതുപോലെ തന്നെയാണ്, ഗണപതിയുടെ ഒരു മന്ത്രം തന്നെയാണ്. അതായത് നപുംസകത്വം വരിക. ചില പുരുഷന്മാർ സ്ത്രീകളെ പോലെ നടക്കുക, ചില സ്ത്രീകൾ പുരുഷന്മാരെ പോലെ നടക്കുക. അതൊക്കെ അവരുടെ ജാതകത്തിലെ പ്രശ്നങ്ങളും മുൻജന്മ ശാപങ്ങളുമാണ് അതിൻ്റെ കാരണം. ജാതകം വിശദമായി നോക്കി അതിനെ ചികിത്സിച്ചാൽ അത്തരത്തിലുള്ള ആ ചിന്താഗതി മാറിക്കിട്ടും. അപ്പോൾ ഗണപതിയുടെ ഈ നപുംസക മന്ത്രം അത് നമ്മൾക്ക് ഇങ്ങനെയുള്ള ആൾക്കാർ ചൊല്ലിക്കഴിഞ്ഞാൽ തീർച്ചയായും അതിൽ പതുക്കെ മാറ്റം വരും. അപ്പോൾ ഒരു ഭക്തൻ ഇങ്ങനെ ചോദിക്കേണ്ട, ഇങ്ങനെ ഒരു ത്രയണ സ്വഭാവം വരിക, അതിനൊക്കെ വല്ല ക്രിയകളോ മന്ത്രങ്ങളൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചതിൻ്റെ ബദലാണ് ഇന്ന് ഗണപതിയുടെ ഈ നപുംസക മന്ത്രം ഞാൻ ഇവിടെ പ്രതിപാദിക്കുന്നത്. അപ്പം നിങ്ങൾ ഓരോ ആവശ്യങ്ങൾ എന്നോട് പറയുമ്പോൾ അത് എന്തോ നിർഭാഗ്യവശാൽ അടുത്തടുത്ത് ഗണപതിയുടെ മന്ത്രങ്ങൾ വന്നു പോയതാണ്. എന്നിരുന്നാലും സത്ശുദ്ധി കണക്കാക്കി എല്ലാവരും അതിനെ അംഗീകരിക്കാം. ഇന്ന് നമ്മൾക്ക് അറിയാം ഗണപതി ഈ മന്ത്രങ്ങളെ എങ്ങനെ നമ്മൾക്ക് കൈകാര്യം ചെയ്യണമെന്നത്. അതായത് സുഗമമായ ഗൃഹസ്ഥ ജീവിതം, അതുപോലെ തന്നെ പുരുഷ വീര്യവൃദ്ധി. അതായത് ഇതിപ്പോൾ ഷണ്ടന്മാർക്ക് മാത്രമല്ല, അല്ലെങ്കിൽ നപുംസകങ്ങൾക്ക് മാത്രമല്ല, ഏതൊരു പുരുഷനും ഈ മന്ത്രം ചൊല്ലാം. അതുപോലെ സ്ത്രീകൾക്കും ഒരു ഭാര്യയുടെ കൃത്യനിർവഹണങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റാതെ വരിക, അല്ലെങ്കിൽ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വരിക, രോഗങ്ങൾ വരിക, അല്ലെങ്കിൽ നമ്മൾക്ക് തോന്നാതെ ഇരിക്കുക, അങ്ങനെയുള്ള നമ്മുടെ ഭർത്താവിന് ചെയ്തു കൊടുക്കാൻ കഴിയേണ്ടുന്ന ആ കൃത്യനിർവഹണങ്ങൾ ചെയ്യാൻ പറ്റാതെ വരിക. ഇപ്പോൾ ഭർത്താവ് അത് നമ്മളോട് തിരിച്ച് ഒരു ആവലാതി പറയുക. അങ്ങനെ കേൾക്കുന്ന സ്ത്രീകളും ഈ മന്ത്രം ചൊല്ലിയാൽ വളരെ വിശേഷമായിരിക്കും, ജീവിതത്തിൽ മാറ്റങ്ങൾ വരും. അതുപോലെ തന്നെ പുരുഷന്മാരും ഇതുപോലെ തന്നെ, സ്ത്രീകൾ എനിക്ക് അത് വാങ്ങിച്ചു തന്നില്ലല്ലോ, ഇത് വാങ്ങിച്ചു തന്നില്ലല്ലോ, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള അത് വാങ്ങിച്ചു തരാത്തതിൻ്റെ കാരണം സാമ്പത്തികമാണ്. അപ്പോൾ നമ്മൾ എന്താ പറയുക, വീടും നോക്കണം, ഇങ്ങനെയുള്ള ആർഭാടമല്ല അവരുടെ ആവശ്യമായിരിക്കും. കാരണം ഒരു വിവാഹ വാർഷിക ദിവസം വന്നു, അല്ലെങ്കിൽ പിറന്നാൾ വന്നു, അങ്ങനെയുള്ള ആവശ്യങ്ങളിൽ ഭാര്യയുടെ അച്ഛൻ മരിച്ച ശ്രാദ്ധങ്ങളൊക്കെ വന്നു, ആ ദിവസങ്ങളൊക്കെ അവരെ പരിഗണിക്കുമ്പോഴാണ് ആ സ്ത്രീ നമ്മളോട് ഇഷ്ടപ്പെടുക, ആത്മാഭിമാനം ഭർത്താവിനെ കുറിച്ച് കൂടുതൽ തോന്നുക. അപ്പോൾ അങ്ങനെ കേൾക്കേണ്ട ഇട വരിക. അതായത് ഒരു ഭാര്യയുടെ ഒരു ഭർത്താവിൻ്റെ കൃത്യനിർവഹണങ്ങൾ എനിക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്നില്ല എന്ന് ഭാര്യ എപ്പോഴെങ്കിലും അവലാതിപ്പെടാൻ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ, അങ്ങനെയുള്ള പുരുഷന്മാരും ഈ മന്ത്രങ്ങളെ നിത്യം ഉപാസിക്കുന്നത് വളരെ വിശേഷമായിരിക്കും. കാലത്ത് 5:30 ഈ മന്ത്രങ്ങൾ ചൊല്ലേണ്ടത്. ദിനം പ്രതി
9 പ്രാവശ്യമെങ്കിലും ചൊല്ലണം. ഒരു പുരുഷനെ സംബന്ധിച്ച് അവൻ്റെ പുരുഷ വീര്യവൃദ്ധി വർദ്ധിക്കും. അത് ഭർത്താവ് എന്ന രീതിയിലും അതുപോലെ അവരുടെ ദാമ്പത്യപരമായിട്ടും മാറ്റങ്ങൾ വരും. ഒരു സ്ത്രീയെ സംബന്ധിച്ച് അവരുടെ ദാമ്പത്യപരമായിട്ടും അവരുടെ കടമകളെക്കുറിച്ചും മാറ്റങ്ങൾ വരും. ഒരു സംശയം അതിലില്ല. ഈ മന്ത്രങ്ങളെല്ലാം ഋഷിപ്രോക്തങ്ങളായ മന്ത്രങ്ങളാണ്. ഋഷിപ്രോക്തം എന്ന് പറഞ്ഞാൽ ഒരു മന്ത്രം നമ്മൾ കണ്ടുപിടിച്ചാൽ, ഋഷിമാരാണ് മന്ത്രങ്ങളൊക്കെ കണ്ടുപിടിച്ചത്, അതുകൊണ്ട് നമ്മൾ ഋഷിമാരെയാണ് പൂജിക്കേണ്ടത്. ദേവന്മാരെ പൂജിക്കണേക്കാളും കൂടുതൽ നമ്മുടെ ഗുരുക്കന്മാരെയാണ് പൂജിക്കേണ്ടത്. അതുകൊണ്ടാണ് ഗുരുവിളക്ക് എല്ലാ വീട്ടിലും കത്തിക്കണം എന്ന് ഞാൻ പറയാൻ കാരണം. ആ ഋഷിപ്രോക്തമായ ആ മന്ത്രം, ഞാനൊരു മന്ത്രം കണ്ടുപിടിച്ചിട്ടുണ്ട്, അതിന് ശക്തിയുണ്ട് എന്നൊക്കെ ഞാൻ അവകാശപ്പെടുമ്പോൾ മറ്റുള്ള സിദ്ധന്മാരും അത് കേൾക്കാൻ ഇടവരും. അപ്പോൾ അവരൊരു യാഗശാല കെട്ടി അവിടെ ഇരുന്നു കൊണ്ട് ആ മന്ത്രത്തെ ധ്യാനത്തിലൂടെ വ്യാഖ്യാനിക്കാൻ തുടങ്ങും. അപ്പോൾ അതിന് ശക്തിയുണ്ട്, അദ്ദേഹം പറഞ്ഞ് കറക്റ്റായിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ ആ മന്ത്രം അവരെല്ലാവരും അംഗീകരിച്ച് മറ്റുള്ള സജ്ജനങ്ങൾക്കൊക്കെ കൊടുക്കും. അതല്ല, ആ മന്ത്രം ഫെയിൽഡാണ്, അതായത് ശക്തിയില്ല, ഇദ്ദേഹം പറയുന്നത് ശക്തിയില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ ആ ഗ്രന്ഥം ആ യാഗശാലയിൽ വെച്ച് ആ യാഗശാല തന്നെ കത്തിച്ച് ഭസ്മമാക്കി കളയും. കാരണം തെറ്റായ ഒരു ഗ്രന്ഥം ആരും വായിക്കാൻ പാടില്ല, സമൂഹത്തിന് ദോഷമാവും എന്നുള്ള കാരണത്താൽ അതെല്ലാം നശിപ്പിച്ചു കളയും. ഇതാണ് ഋഷിപ്രോക്തം. അപ്പോൾ ഋഷിപ്രോക്തമായ മന്ത്രത്തിന് ഋഷി ഛന്ദസ്സൊക്കെ ഉണ്ടാവും. ഏത് ഋഷിയാണോ കണ്ടുപിടിച്ചത് അദ്ദേഹത്തിൻ്റെ പേര് ചൊല്ലിക്കൊണ്ടായിരിക്കും. പിന്നെ ഏത് വ്യാകരണത്തിലാണ് ഈ മന്ത്രങ്ങൾ കിടക്കണമെന്നും, അനുഷ്ടുപ് ഛന്ദ എന്നൊക്കെ പറഞ്ഞാൽ 8 സ്വരങ്ങൾ കഴിഞ്ഞാൽ അല്പം നേരം നിർത്തിക്കൊണ്ട് ചൊല്ലണം എന്നൊക്കെയാണ് അതിൻ്റെ വ്യാകരണത്തിൽ പറയുന്നത്. അപ്പോൾ ഏത് ഋഷിയാണോ മന്ത്രം കണ്ടുപിടിച്ചത്, ഏത് വ്യാകരണത്തിലാണ്, ഏത് ദേവതയെക്കുറിച്ചാണ്, അങ്ങനെയുള്ള ഋഷി ഛന്ദസ് തൊട്ടിട്ട് വേണം ഋഷിപ്രോക്തമായ മന്ത്രങ്ങളെല്ലാം ചൊല്ലേണ്ടത്. ഗണപതി നമുക്ക് വക്രതുണ്ട ഗണപതി, അതുപോലെ ഉച്ഛിഷ്ട ഗണപതി, അതുപോലെ ശക്തി വിനായക ഗണപതി, ലക്ഷ്മി വിനായക ഗണപതി, അങ്ങനെ ഒട്ടനവധി ഗണപതി ദേവന്മാർ നമ്മൾക്കുണ്ട്. ഓരോരോ ആവശ്യങ്ങൾക്കാണ് ആ മന്ത്രങ്ങൾ നമ്മളിവിടെ ചൊല്ലുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ വിഷയം ഗണപതി ഭഗവാന്റെ ഈ നപുംസകത്വം മാറ്റുന്ന ഈ മന്ത്രം എല്ലാവരും ചൊല്ലുക. ഭാര്യാഭർത്താക്കന്മാർ നിർബന്ധമായും ചൊല്ലണം. അതുപോലെ ഇങ്ങനെ ത്രൈണ സ്വഭാവമുള്ള ആൾക്കാർ ഇത് ചൊല്ലിയാൽ അവരുടെ ആ ത്രൈണത്വം മാറി ഐശ്വര്യപൂർത്തി വന്നു ചേരും. ഇതിൻ്റെ ഋഷി ഞാൻ പറയാം. നമ്മളിങ്ങനെ മൃഗമുദ്ര പിടിച്ചുകൊണ്ട് ഈ തള്ളവിരലും മോതിര വിരലും നടുവിരലും പിടിച്ചുകൊണ്ട് നമ്മളിങ്ങനെ ഇവിടെ തൊട്ടിട്ട് വിചാരിച്ചിട്ട് വേണം ഇതൊക്കെ നമ്മൾ ചൊല്ലേണ്ടത്. ഇത് ചൊല്ലുമ്പോൾ ഗണകഋഷി നിജുത് ഗായത്രി ഛന്ദഃ ശ്രീ മഹാഗണപതി ദേവത, ഛന്ദസ്സില്ലാതെ വേണമെങ്കിൽ ചൊല്ലാം. നിർബന്ധം ഈ മന്ത്രത്തിന് അത്ര പറയുന്നില്ല, എന്നിരുന്നാലും പറഞ്ഞു എന്ന് മാത്രം. ഇതിൻ്റെ ഒരു ധ്യാനമുണ്ട്. ഈ ഏത് ദേവനെയാണോ നമ്മൾ പൂജിക്കുന്നത് ആ ദേവൻ്റെ അംഗങ്ങളെ, കയ്യിലെന്ത്, ശിരസിലെന്ത്, ഇങ്ങനെയൊക്കെയുള്ള മാറിലെന്ത്, ഇങ്ങനെയൊക്കെയുള്ള അംഗങ്ങളെ സ്തുതിച്ചുകൊണ്ട് ധ്യാനം ചൊല്ലണം എന്ന് പറയണം. അപ്പോൾ ഈ ഗണപതി എങ്ങനെയിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു ധ്യാനം. ഇനിയിപ്പോൾ വക്രതുണ്ട ഗണപതി എങ്ങനെയിരിക്കുന്നു അതിന് വേറെ ധ്യാനമായിരിക്കും. അപ്പോൾ ഓരോ രൂപങ്ങൾക്കും ഓരോ വ്യത്യസ്തമായ ഋഷി ഛന്ദസ്സുണ്ടായിരിക്കും, വ്യത്യസ്തമായ ധ്യാനങ്ങളുണ്ടായിരിക്കും.
ഞാൻ ഇത്രയും പറഞ്ഞത് പൊതുവായിട്ടുള്ള ഒരു അറിവ് നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ഇതിൻ്റെ ധ്യാനം ഞാൻ ചൊല്ലാം. ഓം ഹും ഗം ഗ്ലൗം ഹരീന്ദ്രാഗണപതയേ വരവരദ സർവജനഹൃദയം സ്തംഭയ സ്വാഹ. ഈ മന്ത്രമാണ് ധ്യാനവും മന്ത്രമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇത് നമ്മൾ ദിവസം 8 രൂപയെങ്കിലും ചൊല്ലണം. ധ്യാനം മന്ത്രമൊക്കെ ഒരുമിച്ച് ആണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ ഇതിന് ഋഷിഛന്ദസ് ചൊല്ലിയിൽ വിരോധമില്ല. ഇതിന് ഗണപതി ഭഗവാന്റെ വ്യത്യസ്തമായിട്ടുള്ളൊരു മന്ത്രമാണ്. ഋഷിഛന്ദസ് ചൊല്ലണമെങ്കിൽ ചൊല്ലാം, ചൊല്ലിയില്ലെങ്കിലും കുഴപ്പമില്ല. ഇത് ധ്യാനമായിട്ടും വേണമെങ്കിൽ ചൊല്ലാം, മന്ത്രമായിട്ടും ചൊല്ലാം. അതാണ് ഈ മന്ത്രത്തിൻ്റെ മറ്റുള്ള മന്ത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തത. അപ്പോൾ ഈ മന്ത്രം നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകരിക്കും. എല്ലാ ഭാര്യാഭർത്താക്കന്മാരും ഇത് ചൊല്ലണം. നിരന്തരം ചൊല്ലണം. കാലത്താണ് ചൊല്ലേണ്ടത്, വൈകിട്ട് ചൊല്ലിയിട്ട് കാര്യമില്ല. കാലത്ത് 5:30 മുൻപെങ്കിലും ഈ മന്ത്രം ചൊല്ലിയിരിക്കണം. തീർച്ചയായും നിങ്ങളുടെ സുഗമമായ ഗൃഹസ്ഥ ജീവിതം വന്നു ചേരും. പുരുഷന്മാർക്ക് പുരുഷാഭിവൃദ്ധി ഉണ്ടായിരിക്കും. സ്ത്രീകൾക്ക് കുലീനത്വവും വന്നു ചേരും. ഇത്തരം കൊച്ചു കൊച്ചു അറിവുകളാണ് ഞാൻ എൻ്റെ എപ്പിസോഡിൽ പ്രതിപാദിക്കുന്നത്. കാരണം വലിയ ക്രിയകളൊന്നും ഈ യൂട്യൂബിലൂടെ ചെയ്താൽ നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല. തന്നെയല്ല, ഒരുപാട് സമയങ്ങളൊക്കെ പിടിക്കും. ഇപ്പോൾ തന്നെ ഞാൻ പറയുന്ന ഓരോ കാര്യങ്ങളും ഓരോരുത്തർക്കും വ്യക്തതയോടുകൂടി മനസ്സിലാകുന്നു എന്ന് പറയുന്നുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇങ്ങനെയും ഒരുപാട് കാലത്തെ അനുഭവങ്ങൾ പ്രകാരം അത് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പോഴും ഒരു 10-15 മിനിറ്റൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഒരു വലിയൊരു പ്രോസസ്സിങ് ചെയ്യുകയാണെങ്കിൽ, വലിയൊരു ക്രിയ നിങ്ങൾക്ക് പറയുകയാണെങ്കിൽ എന്തായാലും മണിക്കൂറോളം പിടിക്കും. അപ്പോൾ ഏതൊരു പുരുഷനും ഏതൊരു സ്ത്രീക്കും അവരവരുടെ വീട്ടിൽ ആചാര്യന് തുല്യനായി ജീവിക്കുന്നതിന് സഹായിക്കുന്ന കുറേ ക്രിയകളാണ് ഞാൻ എൻ്റെ ഈ എപ്പിസോഡിലെല്ലാം പ്രതിപാദിക്കുന്നത്. അത് നിങ്ങൾക്ക് വലുതാണെന്ന് തോന്നുന്നുവെങ്കിൽ അടിയൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് കുടുംബ പരദേവതയായിരിക്കുന്ന കൊടുമഹാഭദ്രകാളി അമ്മയുടെ നാമത്തിൽ അപേക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. ഹരി ഓം നമഃ ശിവായ.